ളെ ദേ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുരിങ്ങയിറച്ചി അല്ലെങ്കിൽ ഓയിസ്റ്റർ. ഇംഗ്ലീഷിൽ ഇതിനെ ഓയിസ്റ്റർ എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ലവണങ്ങളുള്ള വെള്ളത്തിലാണ്, അതായത് കടലും കായലും കൂടെ ചേരുന്ന ഭാഗത്തും കിട്ടുന്ന ഒരു ഫ്രഷ് വാട്ടറിൽ കാണുന്നതായ ഒരിറച്ചിയാണ്. ഇത് കല്ലിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഇത് കല്ലുമ്മേക്കായ അല്ല. എന്നാൽ കല്ലുമ്മേക്കായ എന്ന് പറയുന്ന മാല പോലെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ്. ഇത് കല്ലുമ്മേക്കായല്ല. കല്ലുമ്മേക്കായ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കല്ലുമ്മേക്കായ്ക്കാണെങ്കിൽ അതിൻ്റെ തോടിന് ഇളം പച്ച നിറമാണ്, നല്ല ഇളം പച്ച. പക്ഷേ ഇതിനെന്ന് പറയുന്നത് ചുണ്ണാമ്പ് കല്ലിൻ്റെ നിറമാണ്. അത് വലിയ വലിയ കല്ലുകളിൽ പറ്റിപ്പിടിച്ച് വട്ടത്തെ പപ്പടത്തിൻ്റെ അത്രയും വലുപ്പത്തില എഡ്ജോടുകൂടി കാണും. ആ എഡ്ജ് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹമൊക്കെ മുറിയും. അതിനകത്താണ് ഇതിരിക്കുന്നത്. ഈ ഇറച്ചി നല്ല ഇറച്ചിയാണ്. പിന്നെ കല്ലുമ്മേക്കായ എന്ന് പറയുന്നതിനെ മസിൽസ് എന്ന് പറയുന്നു, മറ്റേത് ക്ലാങ്ക്സ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നെഞ്ചിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. വലിവ്, വിമ്മിഷ്ടം, കൊച്ചുങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു. വിദേശികൾ ഇത് റോ ആയിട്ടാണ് കഴിക്കുന്നത്. കാര്യം വലിയ വലിയ പാശ്ചാത്യ സ്ഥലങ്ങളിൽ വലിയ വലിയ ഹോട്ടലുകളിൽ ഇത്, അപ്പോൾ ഇത് കല്ലോടാണ് ചില ഹോട്ടലുകളിൽ വിദേശ രാജ്യങ്ങളിൽ വരുന്നത്. വിദേശികൾ ഇത് റോ ആയിട്ട് കഴിക്കുന്നു. ഇത് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് ഇളക്കി അതിൽ നാരങ്ങ നീരും പെപ്പറിൻ്റെ പൊടിയും കൂടെ ചേർത്താണ് വിദേശികൾ കഴിക്കുന്നത്. എന്നാൽ നമ്മളങ്ങനല്ല. നമ്മൾ അതിനെ ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ ഏത് രീതിയിൽ വേണേലും കഴിക്കാം. ഇത് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുത്താം. തേങ്ങാപ്പാൽ, തക്കാളി, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത്. പിന്നെ ഇതിനാവശ്യമായ നമുക്ക് സ്പൈസസ് എടുക്കാം. നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുമ്പോൾ ഞമ്മച്ചി പറയുന്നുണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണ. ഈ മുരിങ്ങയിറച്ചി ഗർഭിണികൾക്ക് ഏറ്റവും നല്ലതാണ്. ഗർഭകാലത്ത് ഇത് കൊടുക്കുമ്പോഴാണ് ഗർഭിണികൾക്ക് എല്ലിനും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് എല്ലിനും പല്ലിനും ഒക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ കാൽസ്യങ്ങളും കുട്ടിക്ക് കിട്ടും. ഇത് തൈറോയിഡ് രോഗികൾക്കും എല്ലാവർക്കും ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അകലം ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കുന്നു. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിക്കാം. ചൂടാകുമ്പോൾ പതേ അങ്ങ് പോകും. എണ്ണ ചൂടായി. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആദ്യം കൊടുക്കുകയാണ്. ഇത് ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള കൊടുക്കാം. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുക്കുവാണേ. കറിക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ഈ സവോളയുടെ കൂടെ കൊടുക്കാം. ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. സ്വമേധത്തിന് ഇച്ചിരി ഉപ്പുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഒതുങ്ങി കിട്ടും. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാമേ. അതിൻ്റെ കൂടെ നമുക്കൊരു 2 കറിവേപ്പിലയുടെ ഇലയും കൂടെ കൊടുക്കാം. അതൊന്നുകൂടെ ഒന്ന് ഒതുങ്ങി വരുമ്പോൾ നമുക്ക് തക്കാളി കൊടുക്കാം. എല്ലാം ഒന്ന് വഴന്നു. ഇനി നമുക്ക് അടുത്തതായി തക്കാളിയും കൂടെ കൊടുക്കാമേ. നമുക്കൊന്ന് അടച്ചു വെക്കാൻ, ഇളക്കിയിട്ട് കേട്ടോ.
ഏകദേശം എല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലോട്ട് മുരിങ്ങ ഇറച്ചി ഓരോന്ന് വീതം പറക്കിയിടുകയാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കൊച്ചു തീയിലൊന്ന് വേവട്ടെ. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. മുരിങ്ങ ഇറച്ചി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ട മസാലകൾ കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി. ഞാൻ 3 ടീസ്പൂണാണേ മക്കളെ. 3 ടീസ്പൂൺ. 2 3. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ശകലം പെരിഞ്ചീരകം കൈ കൊണ്ട് ഞെരടിയിടുകയാണ്. ഇവിടെ നമുക്കൊന്ന് ഇളക്കാം. കറിവേപ്പില കൊടുക്കാമേ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു ചുറ്റിച്ചു. കൊച്ചു തീയിൽ അതൊന്ന് ചൂടാകുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചുറ്റിച്ചു. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇറക്കി വെക്കാൻ പോവുകയാണ്. മുരിങ്ങയിറച്ചി കറി റെഡി. കണ്ടല്ലോ. ചപ്പാത്തിക്ക് മറ്റെന്തെങ്കിലും കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോഴേ ഇഷ്ടപ്പെട്ടു മക്കളെ. ഇത് ചോറിൻ്റെ കൂടെ നല്ലതാണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു റെസിപ്പിയായി വരുവോളൂ. ബൈ മക്കളെ.